أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. وقال رسول الله صلى الله عليه وسلم: ألا إن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله أو كما قال رسول الله صلى الله عليه وسلم. സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ അവയവം കൊണ്ട് ചെയ്യുന്ന അമലുകൾ അത് അതിന്റെ ശരിയായ ആത്മീയതയിലേക്കും ചൈതന്യത്തിലേക്കും എത്തിച്ചേരുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നാകുമ്പോഴാണ്. കഴിഞ്ഞ ജുമായിൽ നാം സംസാരിച്ച മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവുകയില്ല. അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രണയം, ഇഷ്ഖ്, നമ്മുടെ നമസ്കാരത്തിൽ ചാലിച്ചു കൊടുക്കണം, നമ്മുടെ നോമ്പിൽ ചാലിച്ചു കൊടുക്കണം, നമ്മുടെ ഖിറാഅത്തുൽ ഖുർആനിൽ ചാലിച്ചു കൊടുക്കണം, സക്കാത്തിൽ ചാലിച്ചു കൊടുക്കണം. ആ പ്രണയമില്ലാതെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഒരർത്ഥവുമില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ നാം അത് ചെയ്യണം. അപ്പോൾ അതൊന്നും നമുക്ക് ഭാരമല്ല, പ്രയാസമല്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ നമസ്കാരത്തിലാണ്. എത്രയോ മനുഷ്യർക്ക് ഭാരമേറിയത് പ്രവാചകന്റെ ഹൃദയത്തിന് സമാധാനം, കണ്ണുകൾക്ക് കുളിർമ നമസ്കാരം. അതെങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള പ്രണയത്താൽ പടച്ചവന്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഖൽബ് ശരിയാകാതെ, ഹൃദയം ശരിയാകാതെ ജസദ്, ശരീരം ശരിയാവൂല. പകലന്തിയോളം നമസ്കരിക്കുന്നവനാണ്, പലവിധ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനാണ്, ആളുകളെല്ലാം അവനെ സംബന്ധിച്ച് നല്ല വാക്ക് പറയുന്നവനാണ്. പക്ഷേ നമ്മളെ മാർക്കിടേണ്ട പടച്ചവൻ മാർക്കിട്ടില്ലെങ്കിൽ, പടച്ചവന്റെ അടുക്കൽ നാം ഖബൂലിയത്ത് നേടിയില്ലെങ്കിൽ, നാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറഞ്ഞാലും ഒരർത്ഥവുമില്ല. ഹൃദയം നന്നാകണം, ഖൽബ് നന്നാകണം. മഹാനായ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പറ്റി ഒരു സൂറത്ത് തന്നെ പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹകീം എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുക. അദ്ദേഹത്തിന്റെ സതുപദേശങ്ങൾ, തത്വജ്ഞാനങ്ങൾ പറയാൻ ഒരധ്യായം സൂറത്തു ലുഖ്മാൻ. ആരാണ് ലുഖ്മാൻ? കറുകറുത്ത ഒരു മനുഷ്യൻ. മനുഷ്യൻ സൗന്ദര്യത്തിന് കാണുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൽ കാണപ്പെട്ടില്ലായിരുന്നു. അടിമയായിരുന്നു, കൊല്ലപ്പണിക്കാരനായിരുന്നു, ആടിനെ മേക്കുമായിരുന്നു, പാല് കറക്കുമായിരുന്നു. ആ ലുഖ്മാനിനോട് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ യജമാനൻ ഒരു ആടിനെ അറുത്ത് അതില് ഏറ്റവും നല്ല 2 അവയവം കൊണ്ടുവരാൻ പറഞ്ഞു. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ യജമാനന്റെ അടുക്കലേക്ക് കൊണ്ടു കൊടുത്തത് ആ ആടിന്റെ ഹൃദയവും നാവുമായിരുന്നു. മറ്റൊരു ദിവസം അതേ യജമാനൻ ലുഖ്മാനിനോട് പറഞ്ഞു, ലുഖ്മാൻ, ഈ ആടിനെ അറുത്ത് ഇതിൽ ഏറ്റവും വൃത്തിഹീനമായ 2 അവയവം കൊണ്ടുവരണം.
ലുഖ്മാൻ അന്നേരം കൊണ്ടു കൊടുത്തതും ഹൃദയവും നാവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യജമാനൻ ചോദിച്ചു, ഏറ്റവും നല്ല അവയവം ആടിൻ്റെത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നീ കൊണ്ടുവന്നത് നാവും ഹൃദയവുമാണ്. ഏറ്റവും വൃത്തിഹീനമായ 2 അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നീ കൊണ്ടുവന്നത് നാവും ഹൃദയവുമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, ലോകത്ത് ഏറ്റവും നല്ല 2 അവയവവും ഹൃദയവും നാവുമാണ്. ഇത് രണ്ടും നന്നായാൽ ബാക്കിയെല്ലാം നന്നായി. ലോകത്തെ ഏറ്റവും വൃത്തിഹീനമായ 2 അവയവവും ഈ ഖൽബും ഈ നാവുമാണ്. ഇത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, ആ അവയവം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ ഖൽബിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അചഞ്ചലമായ ഉദ്ദേശശുദ്ധിയെ, നിഷ്കളങ്കതയെ, ആത്മാർത്ഥതയെ പരിഗണിച്ചുകൊണ്ടാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ആ അമല് സ്വീകരിക്കപ്പെടുന്നതും ആ അമല് നിരാകരിക്കപ്പെടുന്നതും. നമ്മുടെ ഖൽബിനെ നാം നന്നാക്കാൻ മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നാം അതിനെ മനോഹരമാക്കുന്നത് പോലെ അൽ ഇഖ്ലാസു ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം എന്ന സത്യസന്ധമായ ആത്മാർത്ഥത നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതില്ലെങ്കിൽ അമലുകൾക്ക് ഒരർത്ഥവുമില്ല. പ്രണയമില്ലെങ്കിൽ, അല്ലാഹുവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ നമസ്കാരത്തിന് മധുരമില്ല. അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറയുന്നത് പോലെ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ആത്മാർത്ഥതയില്ലെങ്കിൽ, നിഷ്കളങ്കതയില്ലെങ്കിൽ, പടച്ചവന് വേണ്ടി മാത്രം എന്ന ചിന്ത നമ്മുടെ ഖൽബിലില്ലെങ്കിൽ, അങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മുടെ ഖൽബിൽ നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഈ അമലുകൾക്ക് ഒരർത്ഥവുമില്ല. അതാണ് ഇഖ്ലാസ്. മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ വിമർശകർ പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്, ഇവർ ജീവിക്കുന്നത് സ്വർഗത്തിലെ ഹൂറികളെ കണ്ടിട്ടാണ്, ഇവർ ജീവിക്കുന്നത് സ്വർഗത്തിലെ മദ്യപ്പുഴകൾ കണ്ടിട്ടാണ്, ഇവർ ജീവിക്കുന്നത് അവിടെയുള്ള സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയാണ്. അല്ല, നാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ നോട്ടം സ്വർഗമല്ല, സ്വർഗത്തിന് വേണ്ടിയല്ല. ആര് പറഞ്ഞു സ്വർഗത്തിന് വേണ്ടിയാണ് നാം എന്ന്? അല്ല, സ്വർഗം അതിന്റെ പ്രതിഫലമാണ്. ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ച മനുഷ്യൻ, ചില നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞവൻ, എത്രയോ മനുഷ്യർ അശ്രദ്ധമായി നമ്മുടെ പ്രദേശങ്ങളിൽ, നാടുകളിൽ ജുമഅയ്ക്ക് പോലും മസ്ജിദിൽ കയറാതെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവന്റെ കൽപ്പനയെ ശിരസാ വഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് ഈ മസ്ജിദിൽ വന്ന് അണഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി നാം പകൽ മുഴുവനും നോമ്പെടുക്കുന്നു. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് നാം കൊടുക്കുന്നു. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് നാം ഹജ്ജ് ചെയ്യുന്നു. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് അനുസരിച്ച് നാം വിവാഹം ചെയ്യുന്നു. പടച്ചവൻ പറഞ്ഞതനുസരിച്ച് നാം കച്ചവടം ചെയ്യുന്നു. പടച്ചവൻ പറഞ്ഞതനുസരിച്ച് നാം കുടുംബജീവിതം നയിക്കുന്നു. പടച്ചവൻ പറഞ്ഞത് കഴിക്കുന്നു. പടച്ചവൻ പറഞ്ഞത് കുടിക്കുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യാത്ത മനുഷ്യൻ, ഒന്നും ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നവനോട് വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ഇനി നിനക്ക് നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല, നിഷ്കർഷതകളില്ല, അങ്ങനെ എന്തും ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു ലോകത്തിലേക്ക് നീ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ നാം മനസ്സിലാക്കണം, ആ സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം. സ്വർഗം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. മദ്യപ്പുഴയും ഹൂറികളും ഒന്നും നമ്മളെ
നമ്മുടെ താല്പര്യങ്ങളല്ല, നമ്മുടെ താല്പര്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. പരിശുദ്ധ ഖുർആൻ അടിവരയിടുന്നു അത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ് അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, മുഖ്ലിസീന ലഹുദ്ദീൻ ദീനിനെ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രം തനിപ്പിച്ചുകൊണ്ട്, ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത് ഹുനഫാഅ പരിശുദ്ധമായ ദീനിൽ അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അടിയുറച്ചുകൊണ്ട്, വയുഖീമുസ് സ്വലാത്ത് അങ്ങനെ നമസ്കരിക്കണം, വയുഅ്തുസ് സകാത്ത് അങ്ങനെ സകാത്ത് കൊടുക്കണം, വദാലിക ദീനുൽ ഖയ്യിമ ഇതാണ് ശരിയായ ദീൻ, ഇതാണ് ദീനിന്റെ സത്ത, ഇതാണ് ദീനിന്റെ ആത്മാവ്. എന്താണ്? അല്ലാഹു മാത്രം. സ്വർഗമല്ല, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, പ്രതിഫലമാണ്. ലക്ഷ്യം സ്വർഗമല്ല, ലക്ഷ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാരോടും മഹദികളോടും ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, എന്തും കിട്ടുമല്ലോ, എന്തും കിട്ടും. ഒരു നിഷ്കർഷതകളില്ലാത്ത, നിയമങ്ങളില്ലാത്ത, തക്ലീഫില്ലാത്ത ഒരു ദാറുൽ ആഖിറ, ആഖിറത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അവര് പറഞ്ഞു, ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നിഅമത്ത്, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, മറ്റൊന്നുമല്ല. അതാണ് ഖൽബിൽ അള്ളാഹുവിനെ കൊണ്ട് നടക്കുമ്പോൾ, ലക്ഷ്യം അള്ളാഹുവായി മാറുമ്പോൾ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, മുഅ്മിൻ അതിനു വേണ്ടിയല്ല നിസ്കരിക്കുന്നത്, അതിനുവേണ്ടിയല്ല നോമ്പെടുക്കുന്നത്, ലക്ഷ്യം അല്ലാഹു മാത്രം. ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ദീനിനെ അല്ലാഹുവിന് വേണ്ടി മാത്രം കൊടുത്ത് നമസ്കരിക്കണം. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ ചോദിച്ചോ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിച്ചു തരാം. ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബാണ് ചോദിക്കുന്നത്, റസൂലുള്ളയാണ് ചോദിക്കുന്നത്. ദുനിയവിയായ എന്ത് സൗഭാഗ്യവും പ്രവാചകനോട് റബീഅയ്ക്ക് ചോദിക്കാം, ഉഖ്റവിയായ ഏത് സൗഭാഗ്യവും ചോദിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. എന്താണ് അവര് പറഞ്ഞത്? ഹൂറികളെ വേണമെന്നോ, അവിടെ മദ്യപ്പുഴ വേണമെന്നോ? ഒന്നുമല്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ജന്നത്തുൽ ഫിർദൗസ് നൽകി അങ്ങയെ അല്ലാഹു ആദരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ചാരത്തേക്ക് അങ്ങ് എത്തുമ്പോൾ, അല്ലാഹുവിന്റെ സാമീപ്യം അങ്ങ് സ്വർഗത്തിൽ കരസ്ഥമാക്കുമ്പോൾ, അങ്ങയുടെ ചാരത്ത് എനിക്കും ഒരു ഇടം, ദുനിയാവിൽ അങ്ങയെ കാണുന്നത് പോലെ, അങ്ങയെ കേൾക്കുന്നത് പോലെ, അങ്ങയെ അനുഭവിക്കുന്നത് പോലെ സ്വർഗത്തിലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ഒരേ ഒരു ആഗ്രഹം മുഅ്മിൻ അങ്ങനെയാണ്. ഈമാനിന്റെ ലക്ഷ്യം, ഇബാദത്തുകളുടെ ലക്ഷ്യം സ്വർഗത്തിലെ കേവലമായ അനുഗ്രഹങ്ങളല്ല, അതിനേക്കാളെല്ലാം അപ്പുറം അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അവന്റെ പൊരുത്തമാണ്, അവന്റെ സ്നേഹമാണ്. ഒരു സ്വർഗവാസിക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന സൗഭാഗ്യമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിച്ച, നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്ന, കണ്ണുമ വെട്ടാതെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ റബ്ബിനെ, ഇന്നക്കും സതറൗന റബ്ബക്കും ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ഫീ ലൈലത്തിൽ ബദർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും കേട്ടോ. കമാ തറൗനൽ
ഖമറ ലൈലത്തൽ ബദർ, 14-ാം രാവിൽ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ. ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കാണുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം. അല്ലാഹുവാണ് അവന്റെ ഉന്നം, അവന്റെ ലക്ഷ്യം, അവന്റെ താല്പര്യം. അതിൽ കവിഞ്ഞ ഒന്നുമല്ല, അതിൽ കവിഞ്ഞ ഒന്നിനും ഒരു അർത്ഥമില്ല. നമ്മുടെ ജീവിതം എത്ര കൈപ്പേറിയതാകട്ടെ, എത്ര സുഖകരമാകട്ടെ, ലക്ഷ്യം അല്ലാഹു ആയിരിക്കണം. ലക്ഷ്യം അല്ലാഹു ആകണം. ജീവിതത്തിൽ സമ്പന്നതയുണ്ടാകട്ടെ, ദാരിദ്ര്യം ഉണ്ടാകട്ടെ, ലക്ഷ്യം അല്ലാഹു ആകണം. അതാണ് ഇഖ്ലാസ്, അതാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസിനാൽ ചാലിക്കണം നാം നമ്മുടെ അമലുകളെ. നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർഹതാനി ലിസ്സായിം, ഫർഹതാനി ലിസ്സായിം, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് മുറിക്കുന്ന വേളയിലാണ്. അതെന്ത് സന്തോഷാണ്? നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ ആ മേശയിൽ ഇരിക്കുന്ന ഭക്ഷണങ്ങളെ കണ്ടിട്ടാണോ? അല്ല. ഇത്രയും നേരം അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചു, വെള്ളം ഉപേക്ഷിച്ചു. അതൊരു സുഖമാണ്, അതൊരു ആനന്ദമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാ വഹിച്ചതിന്റെ സന്തോഷം. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഒരിറക്ക് വെള്ളം അവന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ സന്തോഷം അവനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സന്തോഷം വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ ഒരു മുഅ്മിനുണ്ടാകുന്ന സന്തോഷം. എന്താണ് അമലുകളുടെ അടിസ്ഥാനം? അമലുകളുടെ അടിസ്ഥാനം സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളല്ല, അതിനേക്കാളെല്ലാം അപ്പുറം അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ തൃപ്തിയാണ്, പൊരുത്തമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമാ. അള്ളാഹുവിന് വേണ്ടി മുഴുവൻ സൽക്കർമ്മങ്ങളെയും ദീനിനെയും അള്ളാഹുവിന് വേണ്ടി മാത്രം നൽകിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നതാണ് മുഅ്മിനീങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ ദീൻ. ദീനിന്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. ദീനിന്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി ചെയ്യപ്പെടുന്ന അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളും മറ്റു താല്പര്യങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അമലുകളുടെ എണ്ണവും വലിപ്പവുമല്ല, നിങ്ങളുടെ കൽബിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്ന നിയ്യത്ത്. ഒരു രാജാവ് മുമ്പ് ഒരു മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ഭീമാകാരമായ ഒരു പള്ളി, ഒരു മസ്ജിദ്, അള്ളാഹുവിന്റെ ഭവനം. അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞു, ഇതിൽ മറ്റൊരാളും ഒരു റുപ്പിക ഇടാൻ പാടില്ല. എന്റെ പൂർണ്ണമായ ചെലവിലും എന്റെ പൂർണ്ണമായ അധീനതയിലും ഈ മസ്ജിദ് നിർമ്മിക്കപ്പെടണം. അതോടൊപ്പം നല്ല തടിയിൽ തന്റെ പേര് കൊത്തിവെക്കുകയും വേണം. മസ്ജിദ് നിർമ്മിച്ച ശേഷം മസ്ജിദിന്റെ മുന്നിൽ വെക്കാനുള്ള ബോർഡും റെഡിയായി. ഇന്നാളുടെ മകൻ ഇന്നാളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ്. മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ താൻ മസ്ജിദിന്റെ മുന്നിൽ വെക്കാനിരിക്കുന്ന ഈ ബോർഡിൽ ഈ രാജാവിന്റെ പേര് മായ്ച്ചു കളഞ്ഞ ശേഷം അവിടെ ഒരു സ്ത്രീയുടെ പേര് എഴുതി ചേർത്ത് കൊടുക്കുന്നു. ഉറക്കമുണർന്ന് ഉടനെ ആദ്യം രാജാവ് ചെയ്യുക എന്താ? ആ ബോർഡിൽ തന്റെ പേര് ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചു വന്ന ശേഷം അവര് പറഞ്ഞു, അവിടെ തന്നെ ഉണ്ട്, അത് പോയിട്ടൊന്നുമില്ല, അസ്വാഭാവികമായ ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത ദിവസവും രാത്രി ആ രാജാവ് സ്വപ്നം കാണുന്നു. ഒരു മനുഷ്യൻ വരുന്നു, മസ്ജിദ് നിർമ്മിച്ച ശേഷം
ആലേഖനം ചെയ്യുവാനുള്ള അവിടെ വെക്കുവാനുള്ള ബോർഡിൽ നിന്നും ആലേഖനം ചെയ്യപ്പെട്ട ആ പേര് മാറ്റിയിട്ട്, രാജാവിന്റെ പേര് മാറ്റിയിട്ട് ഒരു സ്ത്രീ അതേ സ്ത്രീയുടെ പേര് വീണ്ടും എഴുതി കൊടുക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം രാവിലെ ആയപ്പോൾ തന്റെ സൈന്യത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീ ഇവിടെ ഹാജരാക്കാം. അവരന്വേഷിച്ചു പറക്കി ആ സ്ത്രീയെ രാജസദസ്സിൽ കൊണ്ടുവന്നു. രാജാവ് ആ സ്ത്രീയോട് ചോദിച്ചു, ഈ മസ്ജിദിന്റെ നിർമ്മാണം ഇവിടെ നടക്കുമ്പോ ഇത് എന്റെ അധീനതയിലും എന്റെ ചെലവിലും എന്റെ നിയന്ത്രണത്തിലും പണി കഴിപ്പിച്ച ഈ പരിശുദ്ധ ഗേഹം, ഈ ഗേഹത്തിൽ നിനക്കെന്താണ് കാര്യം? നീ എന്താണ് അതിൽ ചെയ്തത്? ഏതെങ്കിലും അർത്ഥത്തിൽ നീ പങ്കാളിയായിരുന്നോ? ഇല്ല, പങ്കാളിയായിട്ടില്ല. പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ നീ പങ്കാളിയായിരുന്നു? അവർ കുറച്ചു സമയം ആലോചിച്ച ശേഷം ആ വൃദ്ധയായ സ്ത്രീ രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ മസ്ജിദിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ഈ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്കുള്ള കട്ടകളും കല്ലുകളും ചുമന്നുകൊണ്ടുവരുന്ന കുതിര ദാഹിച്ചു നിൽക്കുന്നതായി എനിക്ക് തോന്നിയപ്പോൾ ഒരു തൊട്ടി വെള്ളം കോരി ഞാൻ അതിനെ കുടിപ്പിച്ചു എന്നത് മാത്രമാണ് ഞാൻ ആ ചെയ്തത്. രണ്ട് അമലുകൾ. ഒന്ന്, രാജാവ് വലിയ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ നിർമ്മാണം നടക്കുന്നതിനിടയിൽ ഒരു കുതിരയ്ക്ക് ഒരു തൊട്ടി വെള്ളം കൊടുത്തു. രാജാവിന്റെ നന്മയാണോ ഈ വൃദ്ധയുടെ നന്മയാണോ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത്? ആ വൃദ്ധയുടെ നന്മയാണ്. കാരണം രണ്ടിന്റെയും ലക്ഷ്യം രണ്ടാണ്. ഈ മസ്ജിദ് നിർമ്മാണത്തിലൂടെ എന്റെ പേരും എന്റെ പ്രശസ്തിയും ഞാനും, അതായിരുന്നു ലക്ഷ്യം. അള്ളാഹു തള്ളിക്കളഞ്ഞു. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു തൊട്ടി വെള്ളമാണ് അവർ കൊടുത്തത്. പക്ഷേ അതാരും കണ്ടിട്ടില്ല. അത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ചു മാത്രം സ്വകാര്യമായി ചെയ്ത ഒരു അനുഷ്ഠാനം, ഒരു അമൽ. അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് ഖൽബിൽ നാം സൂക്ഷിച്ചു വെക്കുന്ന കരുതലുകളെ, നിഷ്കളങ്കതയെ, ആത്മാർത്ഥതയെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും ബൽ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ബാഹ്യമായ ശരീരം നോക്കുന്നില്ല. നിങ്ങൾ വെളുത്തവനാണോ കറുത്തവനാണോ, പൊക്കം കൂടിയവനാണോ കുറഞ്ഞവനാണോ, തറവാടിയാണോ അതല്ല തറവാടിയല്ലയോ, ദരിദ്രനാണോ സമ്പന്നനാണോ, ഇതൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ പരിഗണിക്കപ്പെടുന്ന കാര്യമല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങൾ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, നിങ്ങളുടെ ഖൽബ് എങ്ങനെയുണ്ട്? നിങ്ങൾ സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട്? നിങ്ങൾ ഉയർന്ന തറവാട്ടിൽ പിറന്നവനാകട്ടെ അല്ലാത്തവനാകട്ടെ, നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട്? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പക്ഷെ സൃഷ്ടികളുടെ അടുക്കൽ അവർ ശരിയിടുന്നത് ബാഹ്യമായ സൗന്ദര്യം നോക്കിയാണ്. ബാഹ്യമായ ശാരീരിക സൗന്ദര്യത്തിന് മനുഷ്യർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എത്ര കച്ചവടക്കാർ അവരുടെ കച്ചവടം പൊലിപ്പിക്കുന്നത് സ്ത്രീ ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ടാണല്ലോ. സ്ത്രീ ശരീരത്തിന്റെ സൗന്ദര്യമാണ് മനുഷ്യൻ മാർക്കിടുന്നതിന്റെ മാനദണ്ഡമെങ്കിൽ അള്ളാഹു മാർക്കിടുന്നത് എന്റെയും നിങ്ങളുടെയും ഖൽബ് നോക്കിയിട്ടാണ്. ആ ഖൽബിലെ ഇഖ്ലാസ് നോക്കിയിട്ടാണ്, ആ ഖൽബിലെ നിയ്യത്ത് നോക്കിയിട്ടാണ്. പ്രിയമുള്ളവരെ, ആ ഖൽബ് ശരിയാകാതെ, ആ ഖൽബ് നന്നാകാതെ മറ്റൊരു കർമ്മവും ശരിയാവുകയില്ല. അള്ളാഹുവിന്റെ സ്നേഹത്താൽ നാം നമ്മുടെ നമസ്കാരത്തെ അനുഗ്രഹിക്കുന്നത് പോലെ, നോമ്പുകളെ ധന്യമാക്കുന്നത് പോലെ, സൽക്കർമ്മങ്ങളെ മോടി പിടിപ്പിക്കുന്നത് പോലെ നാം ഇഖ്ലാസ് കൊണ്ട്, ഇഖ്ലാസ് അടിസ്ഥാനമാണ് ഓരോ അമലിനും മുമ്പും ശേഷവും, ഓരോ അമലിനും മുമ്പും ശേഷവും നാം പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹൃദയത്തിൽ മാത്രം കുടികൊള്ളുന്ന ഒരു നന്മയുടെ പേരാണ് ഇഖ്ലാസ്. നോമ്പുകാരനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅനാ അജ്സീ ബിഹി,
വാനാ അജ്സി ബിഹി, ഞാനാണ് നോമ്പുകാരന് പ്രതിഫലം നൽകുന്നത്. എല്ലാവർക്കും എല്ലാ കർമ്മം ചെയ്യുന്നവർക്കും അല്ലാഹു ആ പ്രതിഫലം നൽകുന്നത്. നോമ്പുകാരന് മാത്രം എന്താ പടച്ചവൻ കൊടുക്കുമെന്ന് പറയുന്നത്? ഇത്രയും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു അമല് വേറെ ഉണ്ടാവൂല. നിസ്കാരം നമ്മൾ നമസ്കരിക്കുന്നത് ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോയാൽ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആളുകൾ കാണാനും കേൾക്കാനും സാധ്യതയുണ്ട്. പക്ഷെ നോമ്പോ നമുക്ക് നോമ്പുണ്ട് എന്ന് എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ. വേണമെങ്കിൽ ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുവോ? എന്താ ചെയ്യാത്തത്? നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല ഭക്ഷണങ്ങൾ ഇരിപ്പുണ്ട്. കഴിച്ചാൽ ആരും കാണില്ല, അറിയില്ല. പക്ഷെ നമ്മൾ കഴിക്കുമോ? ഇല്ല. ഇഖ്ലാസ് പരിശീലിക്കാൻ ഏറ്റവും നല്ല അമലാണ് നോമ്പ്. അതാണ് റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വിഷയം. അള്ളാഹുവിനെ പൂർണ്ണമായി ജീവിതത്തിൽ പടച്ചവന് വേണ്ടി എന്ത് കൈപ്പുനീര് കുടിക്കാനും നമ്മൾ തയ്യാറാണ്. ഫലൈതക തഹ്ലു വൽ ഹയാതു മരീറത്തുൻ വലൈതക തർളാ വൽ അനാമു ഗിളാബു വലൈത الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. മഹാരഥന്മാർ ഇങ്ങനെ പാടുമായിരുന്നു. ഫലൈതക തഹ്ലു വൽ ഹയാതു മരീറത്തുൻ, അല്ലാഹുവേ നീ എന്നെ കൊണ്ട് മധുരമായാൽ മതി, ജീവിതം എത്ര കൈപ്പേറിയതാണെങ്കിലും. വലൈതക തർളാ വൽ അനാമു ഗിളാബു, നീ എന്നിൽ സംതൃപ്തനായാൽ മതി, ലോകം മുഴുവനും എന്നെ വെറുത്താലും. വലൈതല്ലദീ ബൈനി വബൈനക ആമിറു, എന്റെയും നിന്റെയും ഇടയിൽ എന്ത് മധ്യസ്ഥൻ. വബൈനി വബൈനൽ ആലമീന ഖറാബു, ഞാനും ഈ ലോകവുമായുള്ള ബന്ധം ശൂന്യതയാണ് നീയുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ നിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ ആ തൃപ്തിക്ക് വേണ്ടി ലോകത്തെ മുഴുവൻ മനുഷ്യരും എന്നോട് കോപിച്ചാലും ആ കോപത്തിനെ ഞാൻ വിലമതിക്കുന്നില്ല. പക്ഷേ നീ എന്നോട് കോപിച്ചാൽ ആ കോപത്തിനെതിരായി സൃഷ്ടികളുടെ മനുഷ്യരുടെ സംതൃപ്തി ഉണ്ടെങ്കിൽ ആ സംതൃപ്തിക്കും ഞാൻ വില കൊടുക്കുന്നില്ല. ഇദാ സഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ, നീ സത്യസന്ധമായാണ് നിന്റെ റബ്ബിനെ സ്നേഹിക്കുന്നതെങ്കിൽ എല്ലാം നിസാരം. ജീവിതത്തിന്റെ സമ്പന്നതയും ദാരിദ്ര്യവും രോഗവും അനാരോഗ്യവും എല്ലാം നിസാരം. വകുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബ്, ഈ മണ്ണിന്റെ മുകളിലുള്ളതെല്ലാം മണ്ണ് തന്നെയല്ലേ, ഈ മണ്ണിന്റെ മുകളിലുള്ളതെല്ലാം മണ്ണ് തന്നെയല്ലേ എന്നവർ പാടുമായി. അള്ളാഹുമായി ലയിച്ചു കഴിഞ്ഞാൽ എല്ലാം നിസാരമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഇഖ്ലാസ് ഉണ്ട് എന്നതിന് രണ്ട് അടയാളങ്ങളുണ്ട്. ഒന്ന്, ഇഖ്ലാസ് ഉള്ളവർ അവരുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയിരിക്കും. അവരുടെ പരസ്യം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവർ രഹസ്യവും. രണ്ട്, ആളുകൾ പ്രശംസിച്ചാലും ആളുകൾ ആക്ഷേപിച്ചാലും അവർ ചെയ്യുന്ന നന്മ അവർ ആ നന്മയിൽ തുടരും. ഒരാള് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ നമ്മളെ പ്രശംസിക്കുന്നു, ആ പ്രശംസ കേട്ട് പുളകം കൊണ്ടിട്ട് എങ്കിൽ നമുക്കത് ചെയ്തു കളയാം. അങ്ങനെയല്ല. ആളുകൾ എന്നെ ആക്ഷേപിക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാം, അങ്ങനെയുമല്ല. അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അനുഷ്ഠിക്ക അമലുകളും അവരുടെ ആക്ഷേപം, അവരുടെ അനിഷ്ടം ഒന്നും പ്രസക്തിയില്ല. എല്ലാത്തിന്റെയും മീതെയാണ് അള്ളാഹുവിന്റെ തൃപ്തിയും അമലുകൾ. അതിന്റെ ചൈതന്യം ഇഖ്ലാസിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തൂബാ ലിൽ മുഖ്ലിസീൻ, അല്ലാഹുവിന് വേണ്ടി മാത്രം
ജീവിക്കുന്നവർക്ക് സർവമംഗളങ്ങളും, അവർ ഇരുളിലെ വിളക്കുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഖൽബിനെ പടച്ചവൻ നന്നാക്കുമാറാകട്ടെ.